ഇന്ന് ഞാൻ പച്ചരിയും ചോറും പിന്നെ വെല്ലവും കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാധനം കൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കുതിർത്ത് വെച്ച പച്ചരി ആയിരിക്കണം. ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ നമ്മൾ തലേന്ന് കുതിർത്ത് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാൻ റെഡി ആയിരിക്കും. അപ്പോൾ ആ പച്ചരിയും കൂടെ എടുക്കുക. അപ്പോൾ അതാ ഞാൻ ഒരു പാട്ടയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാട്ടയാണ്. അത് ഞാൻ ഒരു ഗ്ലാസ് ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം അടിയണം. അപ്പോൾ അതാ ഇങ്ങനെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ ഈ വെല്ലം 3 ആണി വെല്ലമാണ് ഞാൻ ഇതിലെടുത്തത്. അപ്പോൾ ആ വെല്ലം ഒന്ന് ഉരുക്കി വെച്ചതിന് ശേഷം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണിത്. അപ്പോൾ ഇത് ശരിക്കും ഞാൻ തലേന്ന് കുതിർത്ത് വെച്ചതാണ് ദോശക്ക് പച്ചരി. അപ്പോൾ അത് കുറച്ച് അധികമായിപ്പോയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ബാക്കി എന്താ ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ. നമ്മൾ വൈകുന്നേരം ചായക്കോ അങ്ങനെ വീട്ടിലാരെങ്കിലും വരുന്നുണ്ടെങ്കിലോ അപ്പോഴൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് പച്ചരി അങ്ങ് കുതിർത്തി വെച്ചാൽ മതി. അങ്ങനെ ഇതാ അതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക. അപ്പോഴേക്ക് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഓയിലോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിടുക. എന്നിട്ട് അതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഒരു പൊൻ കളറായി വരണം. അതുവരെ നമ്മളൊന്ന് ഇങ്ങനെ വാട്ടിയിട്ട് നമ്മൾ കോരിയെടുത്ത് മാറ്റുക. അപ്പോൾ കുറച്ചെടുത്ത് മാറ്റിയാൽ മതി, ബാക്കി അതിൽ തന്നെ വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സിയിലേക്ക് അതങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരിത്തിരി ഒരു ഉപ്പ് പൊടിയും കൂടി ഇതിൽ ചേർക്കണം കേട്ടോ. നമുക്കൊരു എന്ത് മധുരം ഉണ്ടാക്കുമ്പോഴും അത് ചേർക്കണമല്ലോ. പിന്നെ എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. ഇനിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താണ്. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ ഈ ഉണ്ടാക്കി വെച്ച ഈ മാവിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തർ നോക്കിയിട്ട് അതിനനുസരിച്ചിടാം. അപ്പോൾ ഞാൻ ഈ വലിയ പാട്ടൊക്കെ തന്നെ 3 ആണി വെല്ലം എടുത്തിട്ട് തന്നെ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ കുക്കറിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മാവങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഉണ്ടോ, നല്ലോണം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബബിൾസൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചാൽ കുറച്ചും കൂടി തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് കുക്കറൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് വെച്ച് ഒരു 25 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ കുക്കറൊക്കെ ആണെങ്കിൽ പാൻ വെക്കാം. ഇനിയിപ്പോൾ ഞാനിത് ഇങ്ങനത്തെ കുക്കറായതുകൊണ്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂറിനൊക്കെ മുകളിലായിട്ടുണ്ട്. അപ്പോൾ അതാ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാം. ചൂടോടെ എടുത്ത് മാറ്റുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നല്ലോണം തണിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതെടുത്ത് മുറുക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാ ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അത് അടിഭാഗം ലേശം ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുള്ളൂ. അതിനി എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് ഇതാ കണ്ടോ, നല്ല ടേസ്റ്റിയായ ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കുക. നല്ല ടേസ്റ്റ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അധികം തീ കൂട്ടി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കുറച്ച് വെച്ച് വേവിക്കണം. ഇതാ നല്ലോണം തണിഞ്ഞതിന് ശേഷം മുറിച്ചെടുക്കുകയാണെങ്കിൽ നല്ലോണം കിട്ടും. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. നല്ല പഞ്ഞി പോലത്തെ ഒരു അപ്പമാണിത്. ഇതിന് എന്താ പറയുന്നത് എനിക്കറിയില്ല. കുക്കറപ്പോൾ ഒക്കെ ചെറുതായിട്ട് ഇതുപോലെ തന്നെയാണെന്ന് തോന്നുന്നില്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും, വലിയ പണിയൊന്നുമില്ല. നമ്മൾ കുറച്ച് പച്ചരി തലേന്ന് പുതിർത്ത് വെച്ച് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ
കണ്ടോ, ഇതിങ്ങനെ ഒന്ന് തൊടുമ്പോഴേക്കന്നെ നല്ല സോഫ്റ്റ് ഉണ്ട്, അധികം ഉറപ്പൊന്നുമില്ലാതെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. ഇതാ ഞാൻ ചെറുതായിട്ടൊന്ന് ഞെക്കിയിട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് അപ്പം. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ കഴിയാണ്ട് ഒരു കട്ടനും കൂടി ഉണ്ടെങ്കിൽ ഉഷാറാവും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.